കുടുംബത്തെ മുഴുവൻ ഉരുളെടുത്തപ്പോൾ ശ്രുതിയുടെ കൈപിടിച്ച് ചേർത്ത് നിർത്തി ജെൻസൺ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ വീടും കുടുംബവും നഷ്ടമായ പെൺകുട്ടിയാണ് വയനാട്ടിലെ ശ്രുതി. അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും ഉരുൾപൊട്ടലിൽ നഷ്ടമായ ശ്രുതിക്ക് താങ്ങായും തണലായും ഇന്ന് ജെൻസൺ ഉണ്ട്. 1 മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വീടിന്റെ പാലുകാച്ചലും വിവാഹ നിശ്ചയവും. സെപ്റ്റംബറിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്ന കുടുംബം ഏറെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അവരുടെ എല്ലാ സന്തോഷങ്ങളെയും തച്ചുടച്ചുകൊണ്ടാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത്. ശ്രുതിയുടെ പുത്തൻ വീടിന്റെ സ്ഥാനത്ത് ഒരു വലിയ പാറക്കല്ല് മാത്രമാണ് ഇപ്പോഴുള്ളത്. കോഴിക്കോട് ജോലിസ്ഥലത്തായിരുന്നതിനാൽ ശ്രുതി മാത്രം ജീവനോടെ ശേഷിച്ചു. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനുജത്തിയും ഉൾപ്പെടെ തന്റെ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചാണ് ശ്രുതിയുടെ അച്ഛൻ വീട് നിർമ്മിച്ചത്. അച്ഛൻ ശിവണ്ണന് കൂലിപ്പണിയായിരുന്നു, അമ്മ സബിത സെയിൽസ് വുമണും. ശ്രുതിയുടെ വിവാഹത്തിനായി മാതാപിതാക്കൾ 4.5 ലക്ഷം രൂപയും 15 പവനും സ്വരുക്കൂട്ടി വെച്ചിരുന്നു. അതും ഒലിച്ചു വന്ന മലവെള്ളത്തിനൊപ്പം എവിടെയോ പോയി. അപകടത്തിന് പിന്നാലെ ശ്രുതി മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരുന്നു. പ്രിയപ്പെട്ടവരെ ഒന്നാകെ ഉരുൾ തട്ടിയെടുത്ത ശ്രുതിക്ക് ഇപ്പോൾ ജെൻസൺ മാത്രമാണ് സ്വന്തമായുള്ളത്. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് 1 മാസത്തിനു മുൻപ് അമ്പലവയൽ സ്വദേശിയായ ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത്. കുടുംബത്തെ മുഴുവൻ ഉരുളെടുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിക്ക് കൂട്ടായി ജെൻസനുമുണ്ട്. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹം നടത്തുമെന്നാണ് ജെൻസൺ പറയുന്നത്. ചെറിയ ചടങ്ങായി വിവാഹം നടത്തി ശ്രുതിയെ കൂടെ കൊണ്ടുപോകാനാണ് ജെൻസന്റെ തീരുമാനം.